നമ്മൾ രക്ഷിക്കപ്പെട്ടു. സഭയുടെ ഭാഗമായെന്ന് പറയുമ്പോൾ എന്തോ 3-4 ഐറ്റങ്ങളിൽ മാത്രം വേർപെട്ടു. ഇടിവെട്ട് കളറിൽ നിന്ന് വേർപെട്ടു. ഹലോ, രക്ഷിക്കപ്പെട്ടതോടുകൂടി വലിയ ചെലവൊക്കെ, ഭർത്താക്കന്മാർക്ക് ചെലവൊക്കെ കുറഞ്ഞു. കാരണം ഇടിച്ച് ജൂവലറികളിൽ കയറത്തില്ല. ആണോ? 3-4 ഐറ്റങ്ങളിൽ നിന്ന് വേർപെട്ടിട്ട് സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും. വെള്ള ഉടുക്കും, വെള്ളയെ ഉടുക്കും. ഇപ്പൊ ഇത് ആഭരണം കാണുന്ന അലർജിയാ. പക്ഷെ മുൻകോപം വിട്ടിട്ടില്ല, വൈരാഗ്യം മറന്നിട്ടില്ല, ശത്രുത അവസാനിപ്പിച്ചിട്ടില്ല. കണ്ണും കാതും നമ്മുടെ ചിന്തകളും പാപത്തെ ആസ്വദിക്കുന്ന പ്രവണതകൾ മാറിയിട്ടില്ല. വേർപാടെന്ന് പറഞ്ഞ 3-4 ഐറ്റങ്ങളിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ അധീനതയിൽ നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സകല സ്വാധീനങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കണം. അത് ആത്മനിറവ് കൂടിയവന് മാത്രമേ വേർപാടിന്റെ ജീവിതം സാധ്യമാകത്തുള്ളെന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ആമേൻ. പക്ഷെ വേറൊരു കാര്യം, ഒരു ഹല്ലേലൂയ അടിച്ചു പറയിപ്പിക്കാതെ ഇത് യോഗം നിറവാക്കിയെടുക്കാൻ അറിയാം. ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് നിറയട്ടേനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നിരീശാന്തമായിരിക്കുന്ന മൂടങ്ങ് മാറും. അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരാന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഇത്രയും പോരേന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഒച്ചത്തിൽ കളിക്കും. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്ര കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും? ആമേൻ. ആത്മനിറവ് ജീവിത ശൈലിയാകണം. ഭിന്നതകൾ ഉടയണം. നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ പണിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവിനെ സംശയിക്കണം. ആരും അറിയാത്ത വഴികളിൽ പാപത്തെ ഞങ്ങൾ രാവിലെ സംസാരിച്ചു വരികയായിരുന്നു. യോസഫ് ആരെയും കാണിക്കാൻ വിശുദ്ധനായതല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാൻ വിശുദ്ധനായതല്ല. ആരെങ്കിലും അറിയുമോ? പാപത്തിന് നിന്നുകൊടുത്ത പുറം ലോകം അറിയില്ല. പാപത്തിന്റെ ആസ്വാദനത്തിന് തന്നെ വിട്ടുകൊടുത്താൽ പുറം ലോകം അറിയില്ല. പക്ഷേ അവൻ ആരെയും ബോധിപ്പിക്കാനോ ആരെയും കാണിക്കാനോ അല്ല, അവൻ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുകയായിരുന്നു. അത് മതി. ആരെയും ബോധിപ്പിക്കാനല്ല. ക്രിസ്തീയ ജീവിതം ബിന്നി പാസ്റ്ററെ ബോധിപ്പിക്കാനല്ല, ബോസ് പാസ്റ്ററെ ബോധിപ്പിക്കാനല്ല, പാസ്റ്റർ റിജുവിനെ ബോധിപ്പിക്കാനല്ല, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ നിർമ്മല മനസാക്ഷി കാത്തു സൂക്ഷിക്കുന്ന ഒരാത്മീയ ജീവിതം